എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, +2 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in, results.kite.kerala.gov.in, kerala-results.gov.in, അതുപോലെ തന്നെ സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ, DHSC kerala.gov.in, PRD.kerala.gov.in എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് result.kite.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇനി ഏകദേശം ഒരു 4 മണിയോടെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് അറിയാൻ സാധിക്കുക. ഈ ഒരു റിസൾട്ട് അറിയാനുള്ള പേജ് നിങ്ങൾക്ക്, അതായത് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും നൽകി കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വർഷത്തെ +2 സേ പരീക്ഷയുടെ അപേക്ഷ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് സ്കൂളിലാണോ അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത്, അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്, ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നിങ്ങളുടെ അപേക്ഷ നൽകേണ്ടത്. സേ പരീക്ഷ ജൂൺ 12-ാം തീയതി നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +2 സേ പരീക്ഷ ജൂൺ 12-ാം തീയതി മുതൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും, അതായത് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. 175 രൂപയാണ് പരീക്ഷയുടെ ഫീസ്. അതുപോലെ ടോട്ടൽ എത്ര വിഷയങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ടോ ആ ഒരു വിഷയങ്ങളുടെ എണ്ണം ഇൻറ്റു 175 പ്ലസ് അതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് +2 ടോട്ടൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. 500 രൂപയാണ് ഫീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ +2 സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പമാണ് ഈ ഒരു +2 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ DHSC kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ DHSC kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് സ്കൂളിലാണോ അപേക്ഷ, അതായത് ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷനായിട്ട് അപേക്ഷ നൽകിയത്, ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഫോം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, അതുപോലെ ഈ ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, അതുപോലെ ഈ ഒരു അപേക്ഷാ ഫീസ് എന്നിവ സഹിതം നിങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +2 സേ പരീക്ഷ ഈ ഒരു ജൂൺ 12-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നാളെ മുതൽ നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.